നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഡാർട്ട്മൂറിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച വൻ തീപിടുത്തം ഏകദേശം 12,500 ഏക്കർ ഭൂമി നശിപ്പിച്ചു. 13 സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ കട്ട്ഹിൽ പ്രദേശത്തേക്ക് വിന്യസിക്കപ്പെട്ടു. വന്യജീവി സംരക്ഷണ ഉദ്യോഗസ്ഥരും പോലീസ് ഹെലികോപ്റ്ററും സ്ഥലത്തെത്തി. ആളപായമോ കാണാതായവരോ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ തീ നിയന്ത്രണ വിധേയമായി. ഡ്രോണും ഓൾ ടെറൈൻ വാഹനങ്ങളും ഉപയോഗിച്ച് ഹോട്ട്സ്പോട്ടുകൾ പരിശോധിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷണത്തിലാണ്. ജനങ്ങൾ മെറിവെൽ, ഓക്ക്ഹാംപ്റ്റൺ റേഞ്ച് പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും ബാധിക്കപ്പെട്ട പ്രദേശത്തിന് അടുത്തുള്ളവർ ജനലുകൾ അടച്ചിടണമെന്നും അഗ്നിശമന സേന ആവശ്യപ്പെട്ടു. ഡാർട്ട്മൂർ നാഷണൽ പാർക്ക് ഹെഡ് റേഞ്ചർ സൈമൺ ലീ വന്യജീവികൾക്കും പ്രദേശത്തിന്റെ പരിസ്ഥിതികൾക്കും കാര്യമായ നാശം സംഭവിച്ചതായി വ്യക്തമാക്കി. ബാങ്ക് ഹോളിഡേ വീക്കെൻഡിൽ ജനങ്ങൾ ഈ പ്രദേശം സന്ദർശിക്കരുതെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടനിലെ കെയർ ഹോമുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലെന്ന് റിപ്പോർട്ട്. വിദേശ തൊഴിലാളികൾക്കുള്ള വിസകൾക്കെതിരെ സർക്കാർ ഏർപ്പെടുത്തുന്ന കർശന നടപടികൾ UK വരുന്ന 10,000-കണക്കിന് ജീവനക്കാരുടെ എണ്ണം കുറയുന്നതിനൊപ്പം പരിമിതമായ വിസ്തൃതിയിലുള്ള കെയർ ഹോമുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാക്കുമെന്ന് ഇത് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ നിയമങ്ങൾ വന്ന് 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ 1,29,000 അപേക്ഷകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2025 മാർച്ച് ആയപ്പോഴേക്കും അത് 26,000 കുറഞ്ഞുവെന്ന് സർക്കാർ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലുടനീളം 1,00,000-ലധികം ഒഴിവുകളുണ്ടായി. ഇത് 8%, ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയുമാണ്. കെയർ ഹോമുകൾ ജീവനക്കാരെ നിലനിർത്താൻ പാടുപെടുന്നതിനിടയിലാണ് ഈ വെളിപ്പെടുത്തൽ. ഏജ് UK മുന്നറിയിപ്പ് നൽകുന്നത് വിദേശ തൊഴിലാളികൾ ഈ മേഖലയിൽ വലിയൊരു സംഭാവന നൽകുന്നുണ്ടെന്നും അവരില്ലെങ്കിൽ കെയർ ഹോമുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നുമാണ്. ഇത് NHS ആശുപത്രികൾക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. 2025 മാർച്ചിൽ ലേബർ സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമമനുസരിച്ച് വിദേശ തൊഴിലാളികൾക്ക് വിസ ലഭിക്കാൻ വർഷം 25,000 പൗണ്ടിൽ കൂടുതൽ ശമ്പളം വേണം. ഇത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരെ ബാധിക്കും. അവരിൽ 13% വിദേശികളാണ്. ഏജ് UK ഡയറക്ടർ കരോലിൻ അബ്രഹാംസ് വിദേശ തൊഴിലാളികളുടെ സേവനങ്ങൾ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടി. എന്നാൽ സർക്കാർ വക്താവ് വിദേശ തൊഴിലാളികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും കുടിയേറ്റം കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് വാദിക്കുന്നു. സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ പൂർത്തിയാക്കാത്തവർക്ക് HMRC പുതിയ പിഴകൾ ഏർപ്പെടുത്തുന്നു. ജനുവരിയിലെ അവസാന തീയതി കഴിഞ്ഞ് 3 മാസങ്ങൾ പിന്നിട്ടതിനാൽ ഇനി മുതൽ പൂർണ്ണമായും തുക അടയ്ക്കുന്നതുവരെ പ്രതിദിനം 10 പൗണ്ട് പിഴ ഈടാക്കും. ആദ്യഘട്ടത്തിൽ 100 പൗണ്ട് പിഴ ഈടാക്കിയിരുന്നുവെങ്കിലും പലരും ഇത് അവഗണിച്ചു. ടോട്ടലി മണി CEO അലസ്റ്റർ ഡഗ്ലസ് പറയുന്നതനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല. സെപ്റ്റംബറിലെ 6 മാസത്തെ കാലതാമസത്തിന് ശേഷം 5% അല്ലെങ്കിൽ 300 പൗണ്ട് എന്ന രീതിയിൽ പിഴ ഈടാക്കും. അടുത്ത ജനുവരിയിൽ 1 വർഷത്തെ കാലതാമസത്തിന് ഈ പിഴ വീണ്ടും ഏർപ്പെടുത്തും. പിഴ അടയ്ക്കാത്തവർക്ക് 8.5% പലിശയും ഈടാക്കും. എന്നാൽ റീസണബിൾ എക്സ്ക്യൂസുകൾ അംഗീകരിക്കപ്പെടുമെന്ന് HMRC വ്യക്തമാക്കി. ടാക്സ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് HMRC വെബ്സൈറ്റിൽ ടൈം ടു പേ എന്ന പേയ്മെന്റ് പ്ലാൻ ലഭ്യമാണ്. ഇതിന് 30,000 പൗണ്ടിൽ താഴെ കടവും ഏറ്റവും പുതിയ ടാക്സ് റിട്ടേണും പൂർത്തിയാക്കിയിരിക്കണം. പേയ്മെന്റ് തീയതി കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ ഈ പ്ലാനിനായി അപേക്ഷിക്കണം. കടബാധ്യതയുള്ളവർക്ക് മണി ഹെൽപ്പറിൽ നിന്ന് സൗജന്യ ഉപദേശം ലഭിക്കും. ഈ പിഴകൾ ഒഴിവാക്കാൻ എത്രയും വേഗം ടാക്സ് റിട്ടേൺ പൂർത്തിയാക്കാൻ അലസ്റ്റർ ഡഗ്ലസ് പറയുന്നു. വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് വെട്ടിക്കുറച്ച ലേബർ സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കുന്നതായി ഗാർഡിയൻ റിപ്പോർട്ട്. ഈ നയം ജനകീയ വിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഭയന്നാണ് ഈ നീക്കമെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് 3/2 കൗൺസിൽ സീറ്റുകളും നഷ്ടപ്പെട്ടു. 11,500 പൗണ്ടിന് മുകളിൽ വരുമാനമുള്ള പെൻഷൻകാർക്ക് ഈ ആനുകൂല്യം നഷ്ടമാകുന്നു. ഈ പരിധി ഉയർത്തുന്നത് പരിഗണിക്കുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായ തിരുത്തൽ പ്രതീക്ഷിക്കുന്നില്ല. ലേബർ MPമാർ 5 ബില്യൺ പൗണ്ടിന്റെ ബെനിഫിറ്റ് വെട്ടിക്കുറവിനെതിരെ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ജൂണിൽ നടക്കുന്ന വെൽഫെയർ പ്ലാനിന്റെ ആദ്യഘട്ട വോട്ടിന് മുന്നോടിയായി പാർലമെന്ററി ലേബർ പാർട്ടിയിൽ അസംതൃപ്തി വർദ്ധിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ജനങ്ങൾക്ക് മാറ്റം വാഗ്ദാനം ചെയ്ത ലേബർ ഈ നയം കൊണ്ട് ജനവിശ്വാസം നഷ്ടപ്പെടുത്തുകയാണെന്ന വിമർശനവുമുണ്ട്.
നൈജൽ ഫരേജിന്റെ റിഫോം UK പാർട്ടി റൺകോൺ ആൻഡ് ഹെൽസ്ബി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ലേബറിന് തിരിച്ചടിയായി. ശരത്കാല രണ്ടാംഘട്ട വെൽഫെയർ വെട്ടിക്കുറവ് പദ്ധതിയുമുണ്ട്. പക്ഷേ എംപിമാരുടെ എതിർപ്പ് ഇതിനെ ബാധിച്ചേക്കാം. ഡിസബിലിറ്റി ബെനിഫിറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നത് പാർട്ടിയുടെ ഇടതുപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിക്കും. ഒരു മന്ത്രിസഭാ പുനഃസംഘടന സ്റ്റാർമർ പരിഗണിക്കുന്നുണ്ട്. കാരണം ചില മന്ത്രിമാർ പ്രവർത്തനത്തിൽ പിന്നോക്കമാണെന്ന് സ്റ്റാർമർ കരുതുന്നു. വിക്ടറി ഇൻ യൂറോപ്പ് ദിനത്തിന്റെ 80ാം വാർഷികം UK ആഘോഷിക്കുന്നു. മെയ് 5 മുതൽ മെയ് 8 വരെ 4 ദിവസത്തെ പരിപാടികളോടെ UK വിക്ടറി ഇൻ യൂറോപ്പ് ദിനത്തിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്നു. തിങ്കളാഴ്ച സൈനിക ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. പാർലമെന്റ് സ്ക്വയറിന് പുറത്ത് വിൻസ്റ്റൺ ചർച്ചിലിന്റെ വിഖ്യാതമായ പ്രസംഗത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ പറയുന്നതിനൊപ്പം ഒരാൾ 100 വർഷം പഴക്കമുള്ള കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് ടോർച്ച് ഫോർ പീസ് കൈമാറും. റെഡ് ആരോസ് ടൈഫും 35 യൂത്ത് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിലവിലുള്ളതും ചരിത്രപരവുമായ 23 സൈനിക വിമാനങ്ങളും 2ാം ലോക മഹായുദ്ധകാലത്തെ റോയൽ എൻഫോഴ്സ് ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ മെമ്മോറിയൽ ഫ്ലൈറ്റിലെ വിമാനങ്ങളും ഉൾപ്പെടുന്ന ഒരു ഫ്ലൈ പാസ്റ്റോടെയാണ് പരിപാടി സമാപിക്കുക. 2ാം ലോക മഹായുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞവരെ ആദരിക്കുന്നതിനായി ലണ്ടൻ ടവറിൽ 30,000 കടും ചുവപ്പ് നിറത്തിലുള്ള സെറാമിക് പോപ്പികൾ സ്ഥാപിക്കുന്നതാണ് അനുസ്മരണ ചടങ്ങിന്റെ പ്രധാന ആകർഷണം. മെയ് 8 വ്യാഴാഴ്ച വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ 2ാം ലോക മഹായുദ്ധ തലമുറയെ ആദരിച്ചുകൊണ്ട് ചാൾസ് രാജാവ് പങ്കെടുക്കുന്ന പരിപാടിയോടെ അനുസ്മരണ ചടങ്ങുകൾ അവസാനിക്കും. രാജ്യവ്യാപകമായി 2 മിനിറ്റ് മൗനാചരണവും വിവിധ കമ്മ്യൂണിറ്റി പരിപാടികളും ഈ ദിനത്തിൽ ഉണ്ടായിരിക്കും. മിഡ്, സൗത്ത് എസെക്സ് എന്നിവിടങ്ങളിൽ നിന്ന് 750ഓളം സ്റ്റാഫുകളെ പിരിച്ചുവിടാൻ NHS ട്രസ്റ്റ് തയ്യാറെടുക്കുന്നു. നിരവധി മലയാളികളടക്കം സൗത്ത് എൻഡ്, ബാസിൽഡൺ, ചെംസ്ഫോർഡ് ആശുപത്രികളിൽ നിന്ന് 743 സ്റ്റാഫുകളെ പിരിച്ചുവിടാൻ ട്രസ്റ്റ് തയ്യാറെടുക്കുന്നു. 2026 മാർച്ചിന് മുൻപ് 743 മുഴുവൻ സമയ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനാണ് പദ്ധതിയിടുന്നത്. എന്നാൽ ഏതൊക്കെ തസ്തികകളാണ് കുറയ്ക്കുന്നതെന്ന് ട്രസ്റ്റ് സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ വലിയ കുറവ് നേരിടുന്ന നേഴ്സുമാരും ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരും ഉൾപ്പെടുന്ന ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകളെ സാധാരണ പിരിച്ചുവിടാറില്ല. പകരം HR, അക്കൗണ്ട്സ് മാനേജർമാർ എന്നിവർ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 600 വെട്ടിക്കുറയ്ക്കൽ പദ്ധതി ഇട്ടിരുന്നതായി ട്രസ്റ്റ് ബോർഡ് പേപ്പറുകളിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് 450ആയി കുറച്ചിരുന്നു. എന്നാൽ ഈ പുതിയ കുറവ് യൂണിസൺ യൂണിയന്റെ വിമർശനത്തിന് കാരണമായി. ഈ വർഷം ഏകദേശം 118 മില്യൺ സാമ്പത്തിക സഹായം ആവശ്യമായതിനാൽ നിലവിലെ നിർദ്ദിഷ്ട പിരിച്ചുവിടൽ ഒഴിവാക്കാൻ കഴിയാത്തതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സമീപ വർഷങ്ങളിൽ സ്ഥാപനത്തിലുടനീളമുള്ള തസ്തികകളുടെയും റോളുകളുടെയും എണ്ണം 2000ആയി വർദ്ധിച്ചതിനാൽ സ്റ്റാഫിംഗ് മോഡലുകൾ അവലോകനം ചെയ്യുകയും റോളുകൾ യഥാർത്ഥത്തിൽ ആവശ്യമാണോ എന്നും ചിലവാക്കുന്ന പണത്തിന്റെ മൂല്യം പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്നും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യുമെന്ന് മിസ്റ്റർ ഹോപ്കിൻസ് പറഞ്ഞു. എന്നാൽ ഈ ജോലി വെട്ടിക്കുറയ്ക്കൽ രോഗികളുടെ പരിചരണത്തെയും വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളെയും ബാധിക്കുമെന്ന് യൂണിസൺ പ്രതിനിധി ടോം റോഡ്സ് പറഞ്ഞു. ഇനി ഇന്നത്തെ ദേശീയ പത്രത്തിന്റെ 1ാം പേജുകളിലെ പ്രധാന വാർത്തകൾ. ദിനത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച വാർത്തകളാണ് ദി സൺ, ഡെയിലി മിറർ, ഡെയിലി എക്സ്പ്രസ്, ഡെയിലി മെയിൽ, മെട്രോ എന്നീ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവാദമായ വിന്റർ ഫ്യൂവൽ വെട്ടിക്കുറയ്ക്കൽ പുനഃപരിശോധിക്കുകയാണെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. യുകെയിലെ സിനിമ TV വ്യവസായത്തിന് 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നതിനാൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ അപകടത്തിലാക്കുമെന്ന് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. UK യുദ്ധത്തിന് തയ്യാറല്ല എന്ന ആശങ്കകൾക്കിടയിലും റഷ്യയുടെ നേരിട്ടുള്ള സൈനിക ആക്രമണത്തിന് ബ്രിട്ടൻ രഹസ്യമായി തയ്യാറെടുക്കുകയാണെന്ന് ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻ ആഗോള പ്രതിഭകളെ യൂറോപ്പിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രംപിന്റെ US ശാസ്ത്ര ഗവേഷണത്തിനെതിരായ ആക്രമണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെയും ജനാധിപത്യത്തെയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.